ഹായ് ഓൾ. ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 14 വീക്സ് വരെയുള്ള ആ ഒരു ഡ്യൂറേഷനാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഓർഗൻ ഡെവലപ്മെൻറ്റ്, ബേബിയുടെ ഓർഗൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, നമുക്ക് കുറച്ച് എനർജി ഡിപ്രൈവ്ഡ് ആയിട്ട് തോന്നും, കുറച്ച് ക്ഷീണം കാണും, പിന്നെ കുറച്ച് വോമിറ്റിംഗ്, നോസിയ, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലർക്കത് കൂടുതലായിരിക്കും, ചിലർക്കത് വലുതായിട്ടുണ്ടാവില്ല. ചിലർക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിൽ പോയി IV ഫ്ലൂയിഡ് എടുക്കേണ്ട ആ ഒരു അവസ്ഥ വരെ വരും. അതിനെയാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡാരോ എന്ന് പറയും. അപ്പം ട്വിൻ പ്രഗ്നൻസി, പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും അനോമലീസൊക്കെ ഉണ്ടെങ്കിൽ ഛർദിൽ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, എല്ലാ ഓർഗൻ ഡെവലപ്മെൻറ്റും ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്. അപ്പോൾ ആ സമയത്ത് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അധികം റിസ്കി ട്രാവലിംഗ് ഒഴിവാക്കുക. ട്രാവൽ ചെയ്യരുതെന്ന് ആരും റെസ്ട്രിക്റ്റ് ചെയ്യില്ല, പക്ഷേ ആ ഒരു സമയത്ത് ചാൻസസ് ഓഫ് അബോർഷൻസ് ആൻഡ് ഓൾ ആർ മോർ. അതുകൊണ്ട് നമ്മൾ റിസ്കി ആയിട്ടുള്ള ട്രാവൽസ്, അഡ്വഞ്ചറസ് ട്രിപ്സ്, അതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എല്ലാ ദിവസവും ഡെയിലി കഴിച്ചു തുടങ്ങുക. അയൺ ആൻഡ് കാൽഷ്യം നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് കഴിക്കേണ്ടത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങുക. പിന്നെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, നല്ല പാട്ടുകളൊക്കെ കേൾക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും മടി പിടിച്ച് കിടക്കരുത്. നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്യുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ചെയ്യുക. ബി ഹാപ്പി, സേഫായിട്ടിരിക്കുക. ഹാംഫുൾ ആയിട്ടുള്ള ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക, ലൈക്ക് ലേസ്, ഒത്തിരി കെമിക്കൽസൊക്കെ ആയിട്ടുള്ള ഫുഡ്സ്, ഈ മാഗി, പാക്കറ്റ് ഫുഡ്സ്, ക്യാൻഡ് ഫുഡ്, ടിൻഡ് ഫുഡ്, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. കഴിവതും വീട്ടിലെ ഫുഡ്, ഇലക്കറികൾ, സീസണൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് നോൺ വെജ് നല്ലോണം കുക്ക് ചെയ്തിട്ട് മീറ്റ്, എഗ്, അതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്കാൻസ് 2 സ്കാനാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരിക. ഒന്ന് ഡേറ്റിംഗ് സ്കാനും, പിന്നെ ഒന്ന് നമ്മുടെ NT സ്കാൻ, ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി സ്കാനും. പിന്നെ നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ TT എടുക്കാനുണ്ടാവും, റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റും ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. സ്റ്റേ ഹാപ്പി.